നീ ഇതുവരെ ഐഡിയ എന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്താ നീ ചെയ്യാൻ പോകുന്നത്? അതൊക്കെയുണ്ട്. കണ്ട നല്ല കിടിലൻ ഐഡിയ. ഐഡിയ എന്തായാലും ഇരിക്കട്ടെ, പണിയാകരുത് കേട്ടല്ലോ. അന്ന പാടി പാച്ചുവിന്റെ എന്തേലും ഐഡിയ പണിയായിട്ടുണ്ടോ? ഉണ്ടാന്ന്. അത് പിന്നെ പറയണോ? ഉള്ളതെല്ലാം പണിയല്ലേടാ. അമ്മ ഇത് അങ്ങനെയല്ല കേട്ടടി. ശരി ശരി. ചേട്ടാ നേരം കുറെ ആയല്ലോ. ഈ ചെറുക്കനായിട്ട് കാണുന്നില്ല. വീട്ടിൽ പോണല്ലോ. അങ്ങ് ദൂരേന്ന് വന്നുണ്ട്. സബാഷ്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. എന്ത്? ഒന്നും പറഞ്ഞില്ലല്ലോ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ആദ്യം അത് പറ. പറയാനൊന്നുമില്ല. ഇപ്പം കാണിച്ചു തരാം. അതേടി, ഇതുകൊണ്ടാണ് പണി. അയ്യോ വേണ്ട 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 വേണ്ട, ഇത് വേണ്ട ഇത് വേണ്ട. മിണ്ടാതിരിയോടെ. മാങ്ങല് തുടങ്ങി. അവനടുത്തേക്ക്. അയ്യോ ഇപ്പൊ പെട്ടും ഇപ്പൊ പെട്ടേ. അയ്യോ ഇത് വേണ്ടടാ. മിണ്ടാതിരിയടിയൊന്ന്. എടാ കള 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 കള. പൊട്ടു 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 പൊട്ടു. അയ്യോ ടൈമിങ് തെറ്റി. അയ്യോ ചതിച്ചടി മാറൂ, ചതിച്ച്. പടക്കം മാത്രല്ലടി, ഇടി വെട്ടി പാമ്പ് കടിച്ച് മിസ്. മാസം പാർവതിനെ സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ടൊന്ന് വന്നാ മതി കേട്ടല്ലോ. ഗുണ്ടായിസായിട്ട് ഇറങ്ങിയേക്കാ. ഞാൻ പറഞ്ഞല്ലോ, ഇനി മേലിൽ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചു പോരുത്. നാളെ തന്നെ നിങ്ങളുടെ പേരൻസിനെ എനിക്ക് കാണണം. സസ്പെൻഷനോ ഡിസ്മിസോ നാളെ തീരുമാനിക്കും. അറിയാണ്ട് പറ്റിപ്പോയതാ വിസേ. അതെ വിസേ, അറിയാണ്ട് ചെയ്യുന്നതാണല്ലോ ഇതൊക്കെ. എത്ര നേരെ സ്കൂളിൽ വിട്ടിട്ട് ഈ പാറുവിനെ കാണുന്നില്ല. ഇന്നലെ സ്കൂളിൽ പോകാത്തതുകൊണ്ട് എന്തൊക്കെ നോട്ട്സാ എഴുതാൻ കിടക്കണേ. ഇതൊക്കെ എപ്പോൾ തീരുവെന്തോ. അമ്മ ചായ ഇട്ടിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല. എല്ലാം ഇന്ന് സ്ലോ ആണല്ലോ. ചേച്ചേ ചേച്ചി. ആഹാ, നീ ഇങ്ങ് വന്നോ? എവിടെയായിരുന്നടി ഇത്രയും നേരം? ചേച്ചി ഞാൻ വന്നിട്ട് കുറേ നേരമായി. കണ്ടില്ലേ യൂണിഫോം ഒക്കെ മാറി. ഞാൻ അപ്പുറം ഉണ്ടായിരുന്നു. ഡി പുളു അടിക്കല്ലേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നീ ഇപ്പോഴാ വന്നേന്ന് എനിക്ക് മനസ്സിലായി. അത് പിന്നെ ചേച്ചി സത്യ, ഞാൻ ഇത്തിരി വൈകിട്ട് തന്നെയാണ് വന്നത്. ആട്ടെ, എന്താണ് കാര്യം? അത് പിന്നെ ചേച്ചി ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, എൻ്റെ ഇടിയുണ്ടാക്കിയ കഥയാണോ? അതെ ചേച്ചി, അത് തന്നെ. എന്ത് പറ്റിയിടി? അതാകെ പൊളിഞ്ഞു ചേച്ചി. എന്താന്ന് പറ, എന്താ ഉണ്ടായി? വാസാണെങ്കിൽ അവൻ്റെ മേത്ത് പടക്കം പൊട്ടിച്ചിട്ട്. എന്താ പറ നീ പറയുന്നേ? അത് മാത്രല്ല ചേച്ചി, ഞാനും കൂട്ട് ചെയ്ത്. എനിക്കും അവരും സസ്പെൻഷൻ. നാളെ വീട്ടിൽ നാളെ വിളിച്ചോണ്ട് വന്ന് കയറിയാ മതി മിസ് പറഞ്ഞു ചേച്ചി. നീ ഇതെന്നെ പറയുന്നേ? എന്നെ രക്ഷിക്കണം ചേച്ചി, എന്നെ രക്ഷിക്കണം. ഞാൻ എങ്ങനെ രക്ഷിക്കണം നിന്നെ? ചേച്ചി ഒന്നും ചെയ്യണ്ട, അമ്മ ഇത് അറിയരുത്, അത്രേ ഉള്ളൂ. ചേച്ചി അമ്മയോട് പറയല്ലേ പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെ അമ്മ അറിയാണ്ട് നാളെ നീ എങ്ങനെ ക്ലാസ്സിൽ കയറും? അതിനൊക്കെ ക്ലാസ് എന്തെങ്കിലും വഴി കാണും, ഉറപ്പാ. ചേച്ചി അമ്മയോട് പറയല്ലേ പ്ലീസ് പ്ലീസ്. അങ്ങനെ എന്നെ നീ തിരുവാടക കൊണ്ട് ആയല്ലോ ചേച്ചി. പിന്നെ അല്ല, എന്തൊക്കെ പരിപാടി നീ ഒപ്പിക്കുന്നേ? ചേച്ചി പ്ലീസ് ചേച്ചി, അങ്ങനെയൊന്നും പറയില്ലേ. വാസുവിൻ്റെ കൂടെ കൂടി അബദ്ധം പറ്റിയതാ. ശരി ശരി, അതിരിക്കട്ടെ. എനിക്ക് ഇതിന് എന്ത് ലാഭം? ചേച്ചിയും ഇങ്ങനത്തെ തടിയുടെ പരിപാടി കാണിച്ചു തരുമ്പോൾ ഞാനും സപ്പോർട്ട് ചെയ്യാം. അമ്മയുടെ ഒന്നും പറയില്ല പോരെ? അമ്മയുടെ പൊളിച്ച്. നിനക്കറിയോ, ഞാനേ സ്കൂളിലെ ടോപ്പാ. എനിക്ക് ഇങ്ങനത്തെ പരിപാടിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ നിന്നെപ്പോലെ അല്ല, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഹെൽപ്പൊന്നും വേണ്ട. പിന്നെ ചേച്ചി എന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന്. എന്താ ടോണൊക്കെ മാറുന്നേ? എൻ്റെ സുന്ദരി ചേച്ചിയല്ലേ, ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, ഉറപ്പാണല്ലോ. കട്ട ഉറപ്പിൻ്റെ ഉറപ്പ്. എന്നാലുണ്ടല്ലോ എടീ, എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ആഹാ, അത്രേ ഉള്ളോ? ഇങ്ങോട്ട് താ, എപ്പോൾ എഴുതിയെന്ന് ചോദിച്ചാൽ മതി. എന്നാൽ നീ സ്റ്റഡി റൂമിലോട്ട് പോക്കോ, ഞാൻ കൊണ്ടുവരാം. ചേച്ചി സുന്ദരി ചേച്ചി, അമ്മയുടെ പറയില്ലട്ടാ, എഴുതി തരാവേ. സോപ്പൊന്നും വേണ്ട, ചെളിയല്ലേ. ചേച്ചി മൈ ഡാർലിംഗ് ചേച്ചി മൈ ഡാർലിംഗ്. ഓ പാവം. അയ്യോ, ഇവളിതീ നിന്ന് എങ്ങനെ പുറത്ത് വരുമെന്തോ. ചേട്ടാ ഇതെന്തോന്ന്? വേഗം എടുത്ത് കളയാം, ഇല്ല അമ്മ കണ്ടാൽ അത് മതി. ഇതെന്താ ഏതാന്നൊക്കെ അന്വേഷിക്കും. പാവം അവള്. ആനോട് കാതോട് ആരോട് എഴുതി വെച്ച്, ഇനി അത് വെട്ടി മായ്ക്കണം. എത്ര നേരായി എഴുതുന്നു, മനുഷ്യൻ്റെ കൈ ഒടിഞ്ഞു. ഇവളെന്താ സ്കൂളിലൊന്നും പോകാറില്ലേ? അതെങ്ങനെ? ക്ലാസ് കട്ട് ചെയ്ത് ടോബിച്ചേട്ടൻ്റെ കൂടെ കറങ്ങി നടപ്പായിരിക്കും. ഒരു കൊല്ലത്തെ നോട്ടുണ്ട് പെൻഡി.
ചേട്ടാ ഇതിപ്പോ തീരുന്നുമില്ല. ഇതിലിപ്പോ ഇത് അമ്മയോടെല്ലാം പറയുന്നതായിരുന്നു. അയ്യോ ഞാൻ എന്തേ കാണുന്നേ? എന്റെ കൊച്ചു കുത്തി ഇരുന്ന് പഠിക്കുന്നു. സന്തോഷായിരിക്കും മക്കളെ. പാറോട്ടാ പാപ്പാ എനിക്ക് ഒരുപാട് എഴുതി തീർക്കാനുണ്ട്. ഇപ്പൊ കൊച്ചു വർത്താനം പറയാൻ സമയമില്ല. അല്ലടാ മക്കള് പഠിച്ചോ? എന്തെങ്കിലും സ്നാക്സ് വല്ലതും വേണോ? അമ്മ ഒരു കട്ടൻ കാപ്പി ഇട്ടിട്ട് വരാം. ഒയ്യ എൻ്റെ അമ്മേ, ഒന്നും വേണ്ട, ഒന്ന് പോയിട്ടാ. ശരി ശരി മക്കളിരുന്ന് പഠി. അല്ലമ്മേ, ഒരു കാര്യം ചോദിക്കട്ടെ, കുഴമ്പുണ്ടോ? കുഴമ്പോ? അതെന്തിനാ? ആവശ്യം വരും, മുറി തന്നെ ആയാലും മതി. വാ അവിടെ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞു വരും. എടി പാറു, കഴിഞ്ഞോ? ഇവളിത് കൊളാക്കും. ആള് നിനക്കൊന്നും പഠിക്കാനില്ലേ? ദേ അവളെ കണ്ടുപിടി. വന്നുടനെ അവൾ എന്തോരം ഇരുന്ന് പഠിക്കുന്നേ. ഹോംവർക്കും ഒക്കെ ചെയ്യുന്നു. നീയോ ചുറ്റി നടക്കുമല്ലേ? അടി കിട്ടും ഉടനെ, നോക്കിക്കോ. അമ്മേ അത് ഒന്നും പറയണ്ട എന്നോട്. അപ്പോഴേ ഞാൻ ഓർത്തതാ, പണ്ടൊക്കെ പിന്നെ ആയിരുന്നു. ചേച്ചി ഡാഡി അമ്മേനെ വിളിക്കട്ടെ? പറയട്ടെ. അയ്യോ ചേച്ചി ചതിക്കല്ലേ, ഇപ്പോഴേ തീരും. എന്നാ നിനക്ക് കൊള്ളാം. എൻ്റെ നല്ല ജീവൻ പോയി. എഴുതി കൈ ഒടിഞ്ഞു. ഇതാരാണാവോ ഈ നേരത്ത്? വാസു മോനാ, കേറി വാടാ. അയ്യോ വാസു, അവളെന്താ ഈ നേരത്തെ ഇവിടെ? അയ്യോ അമ്മയോട് വല്ലതും പറയോ? അവൾ അവിടെ ഇരുന്ന് പഠിക്കുക മോനെ. നിനക്കൊന്നുമില്ലേ പഠിക്കാൻ? പഠിത്തോ? ഇന്നോ? അതേ മോനെ. ഞാൻ ഡൗട്ട് ചോദിക്കാൻ വന്നതാ. എന്നാ മോനെ അങ്ങോട്ട് ചെല്ല്, അവളെവിടെ ഉണ്ട്. ഞാൻ ചായ ഇട്ടിട്ട് വരാം. ശരി ആൻറ്റി. ഭാഗ്യത്തിന് പറഞ്ഞില്ല. എടിയേ, നീ വന്നോ? എന്താടാ? ഒരു സന്തോഷ വർത്താനം പറയാൻ വന്നാടി. എൻ്റെ പൊന്നു വാസു, അത് മാത്രം നീ മിണ്ടരുത്. സന്തോഷ വർത്താനൊന്നും നീ പറയരുത്, കേട്ടല്ലോ? ടെൻഷൻ അടിച്ച മനുഷ്യന് ഒരു വഴിയായിട്ടുണ്ട് ഇപ്പോൾ. എന്ത് ചെയ്യൂടെ നാളെ? ഈ വാസു പറഞ്ഞില്ലേ ഐഡിയാസ് എത്തൂന്ന്. എത്തി. എൻ്റെ പൊന്നോ, പിന്നെ ഐഡിയ മിണ്ടരുത് നീ. പൊക്ക അങ്ങനെ പറയല്ലേടി, എന്നാന്ന് കേക്ക്. പറ. അതേ, ഒരു കിടിലൻ സംഭവം നടന്നു. എന്ത്? നീ ഒന്ന് ചിരിച്ചേ. ആദ്യം നീ കാര്യം പറ, എന്നിട്ടാവാം. അതോ, നമ്മുടെ മിസ് ഉണ്ടല്ലോ, മിസ്? മീമി എന്നല്ല, മിസ്. മിസ് മിസ് നാട് വിട്ടടി. നാട് വിട്ടെന്നോ? അതേടി, മിസ് ഹസ്ബൻഡിന്റെ അടുത്ത് പോയി. ദുബായ്. 2 മാസം കഴിഞ്ഞ് ഇനി വരും. സത്യം, 2 മാസം കഴിഞ്ഞ് ഇനി മിസ് വരുള്ളൂ. പകരം നമ്മുടെ ക്ലാസ് ടീച്ചറും മാറി. സത്യമാണോ നീ കേൾക്കുന്നേ? സത്യോ. എടി എഴുതി കഴിഞ്ഞോ? സംസാരിച്ച് നിൽക്കാണ്ട് വേഗാവട്ടെ, എത്ര നേരായി. എടാ ഒരു മിനിറ്റ്, ഒരു പരിപാടിയുണ്ട്. എടി നിന്നെ ഞാൻ ശരിയാക്കൂടി. അമ്മേ കള്ള കൂട്ടങ്ങൾ.